കുടുംബം അത് സ്നേഹം കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു ലോകമാണ്. പരസ്പരം സ്നേഹിച്ചും ആ ലോകം സുന്ദരമാക്കുക, പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിനു വേണ്ടി തോറ്റു കൊടുക്കുന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ. വെറുതെ സ്നേഹിക്കുക. മെല്ലെ അല്പാൽപമായി കൂടുതൽ സ്നേഹം തിരിച്ചു വരുന്നതായി നിങ്ങൾക്ക് അറിയാനാകും. സ്നേഹിച്ചുകൊണ്ട് മാത്രമേ സ്നേഹമെന്തെന്ന് അറിയാൻ കഴിയൂ. നീന്തിക്കൊണ്ട് മാത്രമേ നീന്തൽ പഠിക്കാൻ കഴിയൂ എന്നതുപോലെ. ജീവിതത്തിലെ വേദനകൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. എന്നാൽ ആ വേദനകൾ ഒഴിവാക്കാൻ വേണ്ടി പാടുപെടുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയൂ. രൂപം മാത്രം നോക്കി ഒന്നിനെയും വിലയിരുത്തരുത്. രൂപവും ഭാവവും ചേർന്നെങ്കിലേ എന്തും യാഥാർത്ഥ്യം ആവുകയുള്ളൂ. അത് ജീവിതമായാലും സ്നേഹമായാലും പ്രണയമായാലും. സത്യം പറയുന്നവന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആത്മാർത്ഥതയോടെ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അങ്ങനെയുള്ളവരെ ആരും ഇഷ്ടപ്പെടില്ല എന്ന് മാത്രം. മധുരമൂറുന്ന വാക്കുകൾ പറയുകയും കൃത്രിമ സ്നേഹം കാണിക്കുകയും മുഖസ്തുതിയും പ്രലോഭനങ്ങളുമാണ് എല്ലാവർക്കും വേണ്ടത്. സമയവും സാഹചര്യവും എപ്പോൾ വേണമെങ്കിലും മാറാം. അതിനാൽ ആരെയും അപമാനിക്കരുത്, അല്ലെങ്കിൽ ആരെയും വില കുറച്ച് കാണരുത്. നിങ്ങൾ ശക്തനായിരിക്കാം, പക്ഷേ സമയം നിങ്ങളെക്കാൾ ശക്തമാണ്. മറ്റുള്ളവർക്ക് നമ്മൾ തെറ്റാണെന്ന് തോന്നാം. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് മോശമായി സംസാരിക്കാം. മറ്റുള്ളവർ നമ്മുടെ പാതയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാം. നിങ്ങളുടെ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുക, എന്നാൽ നിങ്ങളെ തന്നെ ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കേണ്ടതില്ല. സത്യം തെളിയിക്കപ്പെടേണ്ട ഒന്നല്ല, സത്യത്തിന് സ്വയം വെളിപ്പെടാനുള്ള കരുത്തുണ്ട്. ഏറ്റവും മോശം അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നല്ല നിമിഷങ്ങൾ മനസ്സിലാക്കുന്നതും നല്ല മനുഷ്യരെ തിരിച്ചറിയുന്നതും. തീയിൽ തൊടുമ്പോഴാണ് വെളിച്ചം മാത്രമല്ല വേദനയും തരുമെന്ന് മനസ്സിലാക്കുന്നത്. ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല, മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, അല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. നിങ്ങളൊന്നുമല്ലെന്ന് ഉരുവിടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരിൽ നിന്ന് തിരിഞ്ഞു നടക്കുക. ശരിയെന്ന് ബോധ്യമുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പിറകെ പോവുക. ഒരു കുഞ്ഞു പുഞ്ചിരിയെങ്കിലും മറ്റുള്ളവർക്ക് സമ്മാനിക്കുക. നിങ്ങളെ സ്വീകരിക്കുന്ന ഇടങ്ങളിൽ കയറി ചെല്ലുക. നിങ്ങളെ എല്ലാ കുറവുകളോടും കൂടി ഉൾക്കൊള്ളുന്നവരോടൊപ്പം ചേർന്ന് നടക്കുക. നിങ്ങൾ എന്നും നിങ്ങളായിരിക്കുക. ഉപദ്രവിച്ചയാൾ പിറ്റേന്ന് മാപ്പ് ചോദിച്ച് കരഞ്ഞപ്പോൾ ശ്രീബുദ്ധയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അത് മറന്നേക്കൂ. ഇന്നലെ എന്ന ദിവസം കഴിഞ്ഞുപോയി. ആ ദിവസത്തോടൊപ്പം അതിൽ സംഭവിച്ചതും കഴിഞ്ഞു പോകട്ടെ. ഇന്നലത്തെ പകയും ശത്രുതയും ഇന്ന് വേണ്ട. നിങ്ങൾക്കുണ്ടാവുന്ന തെറ്റുകൾ തിരുത്തുക. നിങ്ങളോടുണ്ടാവുന്ന തെറ്റിദ്ധാരണകളെ തിരുത്തേണ്ട ആവശ്യമില്ല. അവരെ ഒഴിവാക്കുക. മുന്നോട്ട് പോവുക. ഒരില കൊഴിഞ്ഞെന്ന് കരുതി ഒരു മരവും വീണ ചരിത്രമില്ല. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷ വയ്ക്കുമ്പോഴാണല്ലോ പ്രത്യാശയ്ക്ക് കാരണമാവുന്നത്. കൊടുക്കുമ്പോൾ വേണമെന്ന് തോന്നുമ്പോഴാണല്ലോ നിരാശ ഉണ്ടാവുന്നതും. എൻ്റേതെന്ന് തോന്നുമ്പോഴാണല്ലോ സ്വാർത്ഥത ഉണ്ടാവുന്നതും. അല്ലെങ്കിൽ അവിടെ പ്രതീക്ഷയുടെ ആവശ്യവുമില്ല, പ്രതീക്ഷ വെക്കണമെന്നുമില്ല. എല്ലാവരുടെയും ബെസ്റ്റ് ആവണമെന്നില്ല, ജസ്റ്റ് ആയാൽ മതി. ഓരോരുത്തർക്കും ടൈം ഫിക്സ് ചെയ്ത് സ്നേഹിക്കുന്ന മനുഷ്യരുടെ ഓപ്ഷനുകൾ ആവാതിരിക്കുക. അനുവദിക്കുന്ന സമയത്തിൻ്റെ കണക്കും അതിനുശേഷമുള്ള തിരക്കും അവിടെ ഉണ്ടാകും. നല്ലൊരു ഗുഡ് ബൈ പറയാനുള്ള സമയമാണ്. വെറുതെ പിന്നെയും സ്നേഹിച്ച് യാചിച്ച് സങ്കടങ്ങൾക്ക് വഴി തുറക്കരുത്. ഒറ്റയ്ക്കിരിക്കാൻ ഒരിടം കണ്ടുവച്ചേക്കണം. മഴ കണ്ടുകൊണ്ട് ചായ കുടിക്കാൻ ഒരു ജനാലയും കേട്ട് കൊതി തീരാത്ത ഒരു പാട്ടും ഇഷ്ടപുസ്തകവും കരുതി വച്ചേക്കണം. ഒറ്റപ്പെടലുകൾ ആഘോഷമാക്കേണ്ടവയാണ്. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനമില്ലാതെയാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. ഏത് പ്രതിസന്ധികളിലും ആത്മധൈര്യം കൈവിടരുത്. നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും. വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിനു മുമ്പ് നീന്തിക്കയറിയ സങ്കടക്കടലുകൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല, അല്ലെങ്കിൽ ആരും കാണില്ല. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിർബന്ധിക്കപ്പെടുമ്പോൾ ആര് തന്നെ ആയാലും നോ പറയാനുള്ള അവകാശം നമുക്കുണ്ട്. കുറവുകളിലും അപൂർണതകളിലും വിഷമിക്കേണ്ടതില്ല. ആരും പൂർണ്ണരല്ല. നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ അഭിപ്രായം തേടേണ്ടതില്ല. നമ്മുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി
നിലകൊള്ളുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. സ്ഥാനങ്ങളല്ല നമ്മളെ ഒരു മികച്ച ലീഡറാക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കിടയിൽ ഉന്നതനാവാൻ സാധിക്കുകയുള്ളൂ. സമയം ഒട്ടുമില്ല. അങ്ങനെ വെറുതെ പറയുന്ന ബാലിശമായ ആ ശൈലി ഇപ്പോൾ മുഴുവൻ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. പകരം ജീവിതത്തിൽ നിങ്ങൾ നേടുവാനും പ്രവർത്തിക്കുവാനും ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആവശ്യാനുസരണം സമയം ലഭ്യമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട ദൂരം തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആളുകൾക്ക് നിങ്ങളെപ്പറ്റിയുള്ള തോന്നലുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി വെറുതെ സമയം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ശരിയായി ചെയ്യുക. അഹങ്കാരം മറ്റുള്ളവരെ താഴ്ത്തി സന്തോഷം കണ്ടെത്തുന്നു. സംസ്കാരം സ്വയം താഴ്ന്ന് സന്തോഷം കണ്ടെത്തുന്നു. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ഒരു അസ്തമയമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയവും ഉണ്ടാവും. അങ്ങനെയാണ് ജീവിതവും പ്രകൃതിയും നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാവുന്നത്.